ഹലോ ഗൈസ്, ഇന്ന് ചിന്നു ചെന്നൈയിലേക്ക് തിരിച്ചു പോവാണ് കേട്ടോ. വൈകുന്നേരം ആയപ്പോ എന്നോട് ചോദിക്കുകയാണ് സ്പെഷ്യൽ ഒന്നും ഇല്ലേന്ന്. അടുക്കളയിൽ പോയി നോക്കിയപ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് കഷ്ണമീൻ അല്ലാതെ വേറെ ഒന്നും ഇരിപ്പില്ല. അപ്പൊ പിന്നെ ഈ മീൻ വെച്ച് അവൾക്ക് ഫിഷ് മോളി ഉണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ചു. മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, നാരങ്ങ നീര് അല്ലെങ്കിൽ വിനാഗിരി ഇത്രയും കൂടെ നല്ലോണം മിക്സ് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ച മീനിട്ട് കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്യാൻ വെക്കുക. അരമണിക്കൂറിന് ശേഷം നല്ല നാടൻ വെളിച്ചെണ്ണയിൽ ഞാനിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഉണ്ടാക്കുന്ന പാത്രത്തിന്റെ ഭംഗിയൊന്നും നിങ്ങൾ നോക്കണ്ട കേട്ടോ. എന്റെ വീട്ടിലായത് കൊണ്ട് ഏട്ടൻ വീട്ടിലത്തെ പോലെ നോൺ സ്റ്റിക് പാത്രങ്ങളൊന്നും ഇവിടെ ഇല്ല. ഇനി വെളിച്ചെണ്ണ ചൂടാക്കി പട്ട, ഗ്രാമ്പു, ഏലക്ക, ഒരു വലിയ സവാള, ഉപ്പ്, മഞ്ഞപ്പൊടി ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കാം. വഴണ്ട് വരുന്ന സമയത്ത് കുറച്ചധികം ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതും 2 പച്ചമുളക് കൂടെ കീറിയിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ് കേട്ടോ. മല്ലിപ്പൊടിയുടെ പച്ചക്കുത്ത് മാറുന്ന സമയത്ത് തേങ്ങയുടെ 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ വീഡിയോഗ്രാഫർ ഇല്ലാത്തത് കൊണ്ട് കുക്കിങ്ങും വീഡിയോ എടുക്കലും ഒരുമിച്ചാണ്. അപ്പൊ അതിന്റേതായ ചില പോരായ്മകളൊക്കെ ഉണ്ടാവും, അങ്ങ് ക്ഷമിക്കുക. അപ്പൊ 2ാം പാൽ ഒഴിച്ച് നല്ലോണം തിള വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുരുമുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. അതിന്റെ ഒപ്പം തന്നെ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ച് മീൻ കൂടെ തട്ടി കൊടുക്കാം. മീൻ ആ പാലിൽ കിടന്നിട്ട് അങ്ങ് യോജിച്ചോട്ടെ. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് നല്ല പഴുത്തൊരു തക്കാളിയാണ്. ഫിഷ് മോളിയുടെ ഒരു ശാസ്ത്രീയ വശം എന്ന് പറയുന്നത് തക്കാളി ഇതുപോലെ വട്ടത്തിൽ മുറിക്കലാണ്. അതുപോലെ തന്നെ മുറിച്ച് ചേർത്തിട്ടുണ്ട്. തക്കാളി ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് 1ാം പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ. 1ാം പാല് ചേർത്ത് അങ്ങ് തിളപ്പിക്കാൻ നിൽക്കരുത്. സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്തേക്കണം. ഉപ്പ് നോക്കി ഉപ്പും എരിവ് നോക്കി കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അവസാനം കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ 1ാം പാല് ചേർത്ത് കൊടുക്കുന്നതിന്റെ ഒപ്പം തന്നെ ഒരു സ്പൂൺ വിനാഗിരി കൂടെ കറിയിൽ ചേർത്ത് കൊടുക്കണം. അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. നല്ല സോഫ്റ്റ് ബ്രെഡിന്റെ ഒപ്പമാണ് ഞങ്ങൾ ഇത് കഴിച്ചത്. ചിന്നു ആണെങ്കിൽ കഴിച്ചു പോയി കേട്ടോ. അതിന്റെ മേലൊരു ഗ്ലാസ് കട്ടൻ കൂടെ കുടിച്ചപ്പം ആഹാ റാഹത്തായി. ടാറ്റാ.